നമസ്കാരം, മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നെറ്റ്വർക്ക് എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഫോർ കമ്മ്യൂണിക്കേഷൻ. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡേറ്റാസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇന്റർനെറ്റ് എന്ന് കേട്ടിട്ടുണ്ട്. നെറ്റ്വർക്കും ഇന്റർനെറ്റും ഡിഫറന്റ് ആണ്. അപ്പോൾ ഒരു 10 കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു നെറ്റ്വർക്ക് ആവും. ഈ നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആണ്. ഇനി ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണുള്ളത്. ഒന്നാമത്തത് ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതായത് നമ്മളുടെ ഒരു ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ബിൽഡിങ്ങിലോ ഉള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ ഈതർനെറ്റും അതുപോലെ തന്നെ വൈഫൈ ടെക്നോളജിക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈഫൈയുടെ ഫുൾ ഫോം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. വൈഫൈ എന്ന് പറഞ്ഞാൽ വയർലെസ് ഫിഡിലിറ്റി ആണ് വൈഫൈ. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് മാൻ ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ലാൻ, മാൻ, വാൻ ഇതിന്റെയൊക്കെ ഫുൾ ഫോം എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇതാണ് ഒരു സിറ്റിയിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇതെവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കേബിൾ TV കണക്ഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് മാൻ എന്ന് പറയുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് വാൻ ആണ്, വയർലെസ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതിന്റെ ഒരു ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള കമ്പ്യൂട്ടേഴ്സിനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് വാൻ എന്ന് പറയുന്നത്. ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വാൻ എന്നറിയപ്പെടുന്നത് ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക് ആണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേൾഡ് വൈഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനെ എല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വാൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഉണ്ട് പാൻ. പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. അതായത് ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ വർക്ക് സ്പേസിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസിനെ എല്ലാം ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നതിനെയാണ് പാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് ലാൻ, വാൻ, മാൻ. അതുപോലെ തന്നെ ഉള്ളത് പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇനി നമുക്ക് നെറ്റ്വർക്കിംഗ് ഡിവൈസസിനെ പറ്റി പഠിക്കാം. മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ഏതാണ്? ഒന്നാമത്തേത് മോഡം ആണ്. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും മോഡം എന്ന്. മോഡത്തിന്റെ ഫുൾ ഫോം ആണ് മോഡുലേറ്റർ ഡീമോഡുലേറ്റർ. എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മോഡം എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അനലോഗ് സിഗ്നൽസിനെ ഡിജിറ്റൽ ആയിട്ടും അതുപോലെ തന്നെ ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെലിഫോൺ ലൈൻസ് വഴിയായിരിക്കും മോഡത്തിൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അനലോഗ് ടു ഡിജിറ്റൽ ആൻഡ് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ ആണ് മോഡം എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ ISDN ആണ്, ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക്. ദിസ് ഇസ് കേപ്പബിൾ ഓഫ് ട്രാൻസ്ഫറിംഗ് വോയിസ് ആൻഡ് ഡിജിറ്റൽ ഡേറ്റ. നമുക്ക് വോയിസ് ഡേറ്റയും ഡിജിറ്റൽ ഡേറ്റയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതാണ് ISDN അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇനി ISDN മോഡം എന്ന് പറഞ്ഞാൽ ഈ ISDN പ്രൊവൈഡ് ചെയ്യുന്ന മോഡത്തിനെയാണ് ISDN മോഡം എന്ന് പറയുന്നത്. അതായത് ISDN വഴി ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മോഡമാണ് ISDN മോഡം എന്നറിയപ്പെടുന്നത്. ഇനി ഹബ് എന്താണെന്ന് നോക്കാം. ഹബിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോൺസെൻട്രേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ഹബ്ബൊക്കെ എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സിനെ ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹബ്ബ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു 4 കമ്പ്യൂട്ടർ ഈ ഫിഗറിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം 4 കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ 4 കമ്പ്യൂട്ടേഴ്സിനെയും ഒരു ഹബ്ബിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഈ PC-യിൽ നിന്നും ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹബ്ബിൽ വന്നിട്ടാണ് മറ്റുള്ള കമ്പ്യൂട്ടേഴ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ഹബ്ബ് വഴി ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ടോ ആ കമ്പ്യൂട്ടറിലേക്ക് എല്ലാം ഡേറ്റാസ് ഷെയർ ചെയ്യപ്പെടും. ഇതാണ് ഹബ്ബ്. അതായത് ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ എല്ലാം കോമൺ ആയിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഹബ്ബ് എന്ന് പറയുന്നത്.
ഹബിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കോൺസെൻട്രേറ്റർ. ഇനി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാല് രണ്ട് ലാൻസിനെയോ അല്ലെങ്കിൽ ലാൻഡ് സെഗ്മെന്റ്സിനെയോ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അടുത്തത് റൂട്ടർ ആണ്. റൂട്ടർ എന്ന് പറഞ്ഞാല് നെറ്റ്വർക്ക് വഴി ഡേറ്റ പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് റൂട്ടർ. അതായത് നെറ്റ് ഫോർവേഡ് ഡേറ്റ പാക്കറ്റ്സ് അലോങ് ദി നെറ്റ്വർക്ക്. ഇനി അടുത്ത റിപ്പീറ്റർ ആണ്. റിപ്പീറ്റർ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു സെന്ററിൽ നിന്നും ഒരു ഡേറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് അതൊരു വീക്ക് സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ ആ വീക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഹൈ പവറിൽ അത് സെൻഡ് ചെയ്ത് റിസീവറിൽ എത്തിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കി, ഇവിടെ ഒരു സെന്ററും ഉണ്ട്, ഒരു റിസീവറും ഉണ്ട്. അപ്പൊ ഈ സെന്ററിൽ നിന്ന് വരുന്ന സിഗ്നൽ എന്ന് പറയുന്ന ഒരു വീക്ക് സിഗ്നൽ ആണ്. ഇവിടെയാണ് നമ്മുടെ റിപ്പീറ്റർ ഉള്ളത്. റിപ്പീറ്റർ എന്ത് ചെയ്യുന്നു? ഇതിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു നല്ല സിഗ്നലാക്കി മാറ്റിയിട്ട് അത് റിസീവറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് ഗേറ്റ് വേ ആണ്. ഗേറ്റ് വേ എന്ന് പറഞ്ഞാല് ടു ഡിഫറന്റ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ രണ്ട് ഡിഫറന്റ് ആയിട്ടുള്ള ലാൻ നെറ്റ്വർക്കിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണ് ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഒരു നെറ്റ്വർക്ക് മോഡം വഴി കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു നെറ്റ്വർക്ക് റൂട്ടർ വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനെ രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് നെറ്റ്വർക്ക് ടോപ്പോളജിയാണ്. ടോപ്പോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുകയാണ് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് പല രീതിയിലുള്ള കണക്ഷൻസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ ലേഔട്ടിലാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ടോപ്പോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ടോപ്പോളജി തന്നെ മെയിനായിട്ടും 5 രീതിയിലുള്ള ടോപ്പോളജീസ് ആണുള്ളത്. അപ്പൊ ടോപ്പോളജി ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് ബസ് ടോപ്പോളജിയാണ്. ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു കോമൺ കേബിൾ വഴി, ഇപ്പൊ ഈ ഒരു ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഇതെല്ലാം ഓരോ കമ്പ്യൂട്ടേഴ്സ് ആണ് ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഒരു കോമൺ കേബിളിലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കോമൺ കേബിളിനെ ബാക്ക് ബോൺ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം എല്ലാ ഡിവൈസസും ഒരു ബാക്ക് ബോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഡേറ്റാസ് ഷെയർ ചെയ്യുന്നതും ഈ ബാക്ക് ബോൺ വഴിയായിരിക്കും. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു ബാക്ക് ബോണിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ഫെയിൽ ആയി പോകും. അതാണ് ബസ് ടോപ്പോളജിയുടെ പ്രത്യേകത. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റിംഗ് ടോപ്പോളജിയാണ്. ഒരു റിംഗ് ഷേപ്പിലാണ് ഡിവൈസസ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഡേറ്റ ഷെയർ ചെയ്യുന്നതും ഈ ഒരു രീതിയിലായിരിക്കും. അപ്പൊ ഈ റിംഗ് ടോപ്പോളജിയിലെ ഏതെങ്കിലും ഒരു കണക്ഷന് ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റിംഗ് ടോപ്പോളജി നെറ്റ്വർക്ക് മൊത്തത്തിൽ ഫെയിൽ ആകും. സ്റ്റാർ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു സെൻട്രൽ കണക്ഷൻ പോയിന്റ് കാണും, അതാണ് ഹബ്ബ്. അപ്പൊ ഹബ്ബ് വഴിയായിരിക്കും ബാക്കി ഡിവൈസസ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത്. ഹബ്ബ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് ഒരു ഡിവൈസിൽ നിന്ന് ഹബ്ബിലേക്കുള്ള ഒരു കണക്ഷൻ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡേറ്റ ട്രാൻസ്ഫർ മാത്രമേ നടക്കാതെ ഇരിക്കത്തുള്ളൂ. ബാക്കിയുള്ള ഡിവൈസസിലേക്കെല്ലാം ഡേറ്റ ട്രാൻസ്ഫർ നടക്കും. പക്ഷേ ഈ ഹബ്ബിന് എന്തെങ്കിലും ഫെയിലിയർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഈ നെറ്റ്വർക്കിനെ ഫുള്ളായിട്ട് അഫക്ട് ചെയ്യും. അതാണ് സ്റ്റാർ ടോപ്പോളജി. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ട്രീ ടോപ്പോളജിയാണ്. ട്രീ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സ്റ്റാർ ടോപ്പോളജിയും ബെസ്റ്റ് ടോപ്പോളജിയും കൂടി ഒരുമിച്ച് വരുന്നതാണ് ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ കണ്ടോ, ഇതാണ് സ്റ്റാർ ടോപ്പോളജി. നമ്മളിപ്പോ പറഞ്ഞ ഒന്നിലധികം ഡിവൈസസ് ഒരു സെൻട്രൽ കണക്ഷൻ പോയിന്റായ ഹബ്ബുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നിലധികം സ്റ്റാർ ടോപ്പോളജീസ് കാണും. പിന്നെ ബസ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ബാക്ക് ബോൺ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ്, അപ്പൊ ഈ സ്റ്റാർ ടോപ്പോളജിയിൽ എല്ലാം കൂടി കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബാക്ക് ബോണുമായിട്ടാണ്. അതാണ് ബസ് ടോപ്പോളജി. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നതാണ് ട്രീ ടോപ്പോളജി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജിയിൽ എന്ന് പറഞ്ഞാൽ എത്ര ഡിവൈസസ് ഉണ്ടോ ആ ഡിവൈസസ് എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും. അതിനെയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയേ, ഈ ഒരു ഡിവൈസ് ഇതും ഈ ഒരു ഡിവൈസ് ബാക്കിയുള്ള 3 ഡിവൈസുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഡിവൈസ് എടുക്കുകയാണെങ്കിൽ അതും ബാക്കിയുള്ള 3 ഡിവൈസും കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ എല്ലാം പരസ്പരം ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹബ്ബ്, റൂട്ടർ, സ്വിച്ച് അങ്ങനെയുള്ളതിന്റെയും ടോപ്പോളജിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ കഴിഞ്ഞ LD ടൈപ്പിസ്റ്റിന്റെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ ബേസിക് എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി കാണുക. അപ്പം ഇത് നമ്മുടെ ഒരു ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ടോപ്പിക്കുകളെല്ലാം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്